രാവിലെ ഷോപ്പിലെത്തിയപ്പോൾ ഷോപ്പിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അവൻ ജനറേറ്റർ ചാലു ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറേറ്റർ ഞങ്ങൾ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറി ഇവിടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് ഇന്നത്തെ അതിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഷോപ്പിലത്തെ തന്നെ അമേരിക്കൻ ക്രേപ്പിൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വരുന്ന ഒരു എ-ലൈൻ കുർത്തയാണ്. സെൻറ്ററിൽ എന്താ പറയുക പ്ലേറ്റഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ലൂസായിട്ടുള്ള പാൻറ്റ് ഇടാൻ നല്ല സുഖമാണ് കേട്ടോ. സ്ലീവ്ലെസ് ആണെങ്കിലും നല്ല എന്താ പറയുക നമുക്ക് നമ്മുടെ ചൂടിന് ഇടാൻ പറ്റിയ അതേ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ കോലം. ഒന്നും ചെയ്തിട്ടില്ല. ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. മുടി അങ്ങോട്ട് കെട്ടി വെച്ചു. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചെന്നതിന് ശേഷം അവനപ്പോൾ കട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ടോപ്പിൻ്റെ ബോട്ടം അവൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ വരുമ്പോൾ എല്ലാ വിശേഷങ്ങളും സംസാരിക്കും. ഇങ്ങനെ വിശേഷമൊക്കെ സംസാരിച്ചതിന് ശേഷം ഞാൻ ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പരാഗിലോട്ട് പോയി. പരാഗിൽ ലൈനിങ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇവരാണെങ്കിലും മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് എടുത്ത് തരേയില്ല. അങ്ങനെ തിരിച്ച് ഞാൻ ഷോപ്പിലോട്ട് എത്തി. നല്ല ജലദോഷമായി. വെയിൽ കൊണ്ടിട്ടാണോ ഇവിടുത്തെ AC ഇട്ടിട്ടാണോ എന്നറിയില്ല. നല്ല ജലദോഷം. എൻ്റെ ഫോർഹെഡ് കണ്ടോ നല്ലോണം ഫോർഹെഡ് ഉണ്ട്. എനിക്കിത് പണ്ടേ തൊട്ടുള്ളതാണ് കേട്ടോ. അവിടെ ഒരു കഷണ്ടി പോലെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും കഷണ്ടി എന്നുള്ളത്. പക്ഷെ പാരമ്പര്യമാണ്. എനിക്ക് എല്ലാവർക്കും ഉണ്ട്. വാപ്പാക്കുണ്ട്, എൻ്റെ മോനുണ്ട്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഉച്ചഭക്ഷണം ബിരിയാണി ആയിരുന്നു. ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. ചെമ്മീൻ ബിരിയാണി, അച്ചാർ, പപ്പടം. പിന്നെ സിനിമ ഇത് പാച്ചൻ ഒളിവിലാണെന്നുള്ള സിനിമ എങ്ങാണ്ടാണ്. വലിയ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാമെന്ന് മാത്രം. അതിന് ബിരിയാണി കഴിച്ചു. ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ തീർത്തു. ഞാൻ തിരിച്ച് വീണ്ടും കടയിലോട്ട് എത്തി. ഷോപ്പിലെത്തിയിട്ട് ഷോപ്പിൽ അത്യാവശ്യം പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷോപ്പിൽ ചെരുപ്പിൻ്റെ കളക്ഷൻസ് കാണിച്ചത്. ചെരുപ്പല്ല, ജൂത്തീസിൻ്റെ കളക്ഷനാണ്. ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ജൂത്തീസാണ്. ഇതാണ് കളക്ഷൻ. വളരെ കുറവ് കളക്ഷൻസ് ഉള്ളൂ. ഒരുവിധമൊക്കെ ഇതിൻ്റെ സൈസസ് ഒക്കെ തീർന്നു. ഇത് സ്മോൾ സൈസസ് ആണ് കൂടുതലും ബാക്കിയുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളക്ഷൻ. അപ്പോൾ